മാത്രമല്ല ഈ ഒരു അപകടം തുടങ്ങിയ സമയത്ത് ഈ തീ പടരുന്നത് കണ്ടപ്പോൾ തന്നെ ഈ പ്രദേശത്തെ ആളുകളെയൊക്കെ ഒഴിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും ആശ്വാസകരം ഈ ഇത്രയധികം വലിയൊരു തീപിടുത്തം ഉണ്ടായിട്ട് പോലും ആർക്കും അല്ലെങ്കിൽ ഒരു കാഷ്വാലിറ്റിയും സംഭവിച്ചിട്ടില്ല എന്നതാണ് ഈ ഒരു അപകടകരമായ സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ പോലും നമുക്ക് പ്രേക്ഷകരോട് ആശ്വാസകരമായി പറയാനുള്ളത്. ഇത്ര വലിയൊരു തീപിടുത്തം ഉണ്ടായിട്ടും ആർക്കും പൊള്ളലേൽക്കുകയോ അല്ലെങ്കിൽ മറ്റ് അപകടം സംഭവിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടില്ല എന്നതാണ് നിലവിൽ. ഇപ്പോഴും ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഈ പ്രദേശത്തേക്ക് എത്തി തീയണക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഇപ്പോൾ 2 മണിക്കൂർ പിന്നിടുകയാണ്. അപ്പോഴും നമ്മൾ നേരത്തെ എങ്ങനെയാണോ ദൃശ്യങ്ങളിൽ തീ പടരുന്നത് കണ്ടത്, അതേ രീതിയിൽ ആ വലിയ ബഹുനില കെട്ടിടത്തിന്റെ മുകൾ ഭാഗം ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ശമനമില്ലാതെ കത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ്. ഈ വസ്ത്ര ഗോഡൌൺ അത് പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുകയാണ്. ആ പ്രദേശത്ത് കമ്പ്യൂട്ടർ കടകളുണ്ട്, ബുക്ക് കടകളുണ്ട്, അങ്ങനെ പല കടകളുമുണ്ട്. ആ കടകളൊക്കെ തന്നെ കത്തി ചാമ്പലായി ഒന്നും അവശേഷിക്കാത്ത രീതിയിൽ കത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഇതിൽ ഈ അപകട അവസ്ഥയിലും പറയാൻ കഴിയുന്നത്. ഇന്ന് ഞായറാഴ്ചയായിരുന്നു, പക്ഷെ അപ്പോഴും കടകളിലൊക്കെ തന്നെ ആളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ മറ്റു ദിവസങ്ങളിലെ പോലെ ഒരു ജനത്തിരക്കോ ആളുകളോ ഒന്നും തന്നെ ഈ ബസ് സ്റ്റാൻഡ് പരിസരത്തൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്ര വലിയൊരു തീപിടുത്തം ഉണ്ടായിട്ടും ആളുകൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നൊരു ആശ്വാസകരമായ വാർത്ത മാത്രമാണ് നമുക്ക് ഈ നിമിഷവും പറയാനുള്ളത്. ജനപ്രതിനിധികളുണ്ട്, MLA ഉണ്ട്, അങ്ങനെ എല്ലാം സൂചിപ്പിച്ചതുപോലെ അതീവ ഗുരുതരമായ ഒരു സാഹചര്യം തന്നെയാണ്. തീയണയ്ക്കാനുള്ള ശ്രമം ഒരു വശത്ത് പുരോഗമിക്കുമ്പോൾ മറുവശത്ത് തീ ആളിപ്പടരുന്ന സാഹചര്യം. അതിലേറെ പ്രധാനപ്പെട്ട കാര്യം പൊതുജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുന്നതിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്.